ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്നും ഷോർട്സിൽ ഒതുക്കുകയാണ് പതിവ്. ഇന്നൊരു ലോങ് വീഡിയോ വന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ആണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിവേ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ഡേ വന്നിട്ട് എന്നും പതിവ് പോലെ തന്നെ ചായയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ടീ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതാണ് അതിലിങ്ങനെ വെളുത്ത് ഇങ്ങനെ കിടക്കുന്നത്. അതായത് നമ്മുടെ ഏലക്കായി, പട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊടിച്ചിട്ടിട്ടുള്ള ഒരു മസാല പൗഡറായിരുന്നു. സോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചായക്ക്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഓൾറെഡി അരച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നും നമുക്ക് ഇതൊക്കെ തന്നെ മതി. നമ്മളങ്ങനെ അധികം പേരില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. സോ നമ്മൾ ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. സാധാരണ നമ്മളിവിടെ ഇഡ്ഡലിക്ക് സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ ഒക്കെയാണ് ഉണ്ടാക്കൽ. ഇന്ന് അതിൽ നിന്നൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാര ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതിനു മുന്നേ. ഇത് നവാസാക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആൾ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഒരു വണ്ടി പോകുമ്പോൾ ഉണ്ടാക്കലുണ്ട് ഇത്ര. അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ചൂട് വിട്ടതിന് ശേഷം നമ്മളിതൊന്ന് അതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ആയിട്ട് ഇത് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റി വെച്ചായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് അപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. ഫ്രണ്ടിൽ വന്നിട്ട് ഉപ്പച്ചിത് അവിടെ ചെടിയൊക്കെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മഴ അങ്ങനെ തട്ടില്ലല്ലോ. അപ്പോൾ അവിടെ നനച്ച് കൊടുക്കൽ തന്നെ നിർബന്ധമാണ്. പിന്നെ ഞാനിന്ന് ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ തലേന്ന് തന്നെ ഉപ്പച്ചി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തലേന്ന് തന്നെ സെറ്റാക്കി വെക്കും. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഇവിടെ എത്ര തികച്ചാലും തികയാത്തൊരു സംഭവമാണ് കറി. അപ്പോൾ എപ്പോൾ ചിക്കൻ വെക്കുകയാണെങ്കിലും ബീഫ് വെക്കുകയാണെങ്കിലും ഈ ഒരു പൊട്ടാറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടേ വെക്കുള്ളൂ. എന്നാലേ നമുക്കിവിടെ കറി തികയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മല്ലിയിലയും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പപ്പടം കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിയും നനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരൊറ്റ ഓട്ടമാണ് സ്കൂളിലോട്ട്. കുറച്ച് നടക്കാണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ബസ്സൊക്കെ കയറി സ്കൂളിലെത്തി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആ കണി കാണുന്നത് സ്കൂളിലെത്തിയതിന് ശേഷം ഈ ഒരു മയിലിനെയാണ് കേട്ടോ. അപ്പോൾ ഇത് സംഭവം വന്നിട്ട് നല്ല മയിലാണ് വിചാരിച്ചു. പക്ഷേ ഇത് ആൾ പൊട്ടത്തിയാണ്. ഇത് പീലൊന്നും വിടർത്തണില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നേ നോക്കി നിന്ന് അതിൻ്റെ സമയം പോകും. പിന്നെ സ്കൂളിലൊക്കെ എത്തി. അവിടെ വല്ലാതെ ഒന്നും നടക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തൊക്കെ ചെയ്യും. ജസ്റ്റ് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നൊരു കയറ്റം പോലെ ഉണ്ട് മോൾക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നടന്ന് പോവുകയാണ്. ഇത് വന്നിട്ട് പാലപ്പൂവാണ് കേട്ടോ. ഇത് എപ്പോൾ വരുമ്പോഴും ഞാനിതൊന്നും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരും. പിന്നെ വന്നപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചീഞ്ഞ പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല പുല്ലിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറേ ചീഞ്ഞ പുല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ നമ്മുടെ കുട്ടികളുടെ സിലബസും കാര്യങ്ങളും, അതായത് ഈ ഒരു അധ്യയന വർഷത്തിലോട്ടുള്ള സിലബസും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. സോ അതിൽ ആ ഒരു ബ്ലോക്ക് 1 മന്തിലോട്ടുള്ള ഒരു ബ്ലോക്ക് 1 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ ഏതാന്നൊക്കെ നോക്കുക. പിന്നെ അതിലാവശ്യമുള്ളത്, അതായത് ഡേ 1 തൊട്ട് ഡേ 20 വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് എനിക്ക് രാവിലെ തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 12 ശേഷം നമ്മളൊന്ന് പുറത്ത് പോയായിരുന്നേ. അതായത് നമുക്ക് ഈ ഒരു ഇയറിലോട്ട് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയത് നമ്മുടെ മഞ്ചേരി കസവ് കേന്ദ്രയിലോട്ടാണ്. കാരണം ഇവിടെ അടുത്ത് വന്നിട്ട് നല്ലൊരു ഷോപ്പ് എന്ന് പറയാനുള്ളത് അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെലക്റ്റാക്കി അവിടുത്തെ പരിപാടിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. പോരുന്ന വഴിക്ക് ഫുഡും കൂടെ കഴിക്കണമെന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് ഇവിടെ കച്ചേരിപ്പടിയിൽ തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സുൽത്താൻ മജലിസിലോട്ടാണ്. അങ്ങനെ അവിടെ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് വന്നിട്ട് പറയാതിരിക്കണം വയ്യ, നല്ല അടിപൊളി കിട്ടിലൻ ഫുഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്താ പറയുക, നല്ല അടിപൊളി ബീഫ് ബിരിയാണി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവിടെ. ദെൻ നമ്മളിവിടെ തിരിച്ചെത്തിയപ്പോഴേക്ക് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചൻ്റെ ശേഷം നല്ല മഴയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്ക് ഏകദേശം ചോർന്നിട്ടുണ്ടായിരുന്നു. ആ ചോർന്ന തക്കം നോക്കിയിട്ട് വീട്ടിൽ പോയി എൻ്റെ കെട്ടിയും കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം.